ഫുട്ബോളിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകും. അവരുടെ മുദ്രാവാക്യം തന്നെ എന്താ? കളി വഴി കൂട്ടായ്മയും കൂട്ടായ്മ വഴി വളർച്ചയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നാടിന് വളരെ വലിയ ഗുണം ചെയ്യും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കാൽപന്തിന്റെ ആവേശാരവങ്ങളുമായി മങ്കടയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് കൊടി ഉയർന്നു. മങ്കട യുണൈറ്റഡ് FC ക്ലബും ഗവൺമെന്റ് ഹൈസ്കൂൾ PTA സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കാൽപന്തിന്റെ ഉത്സവാഘോഷങ്ങൾ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്ത പ്രൗഢമായ ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. കാൽപന്തിന്റെ വശ്യസൗന്ദര്യവും ചടുല നീക്കങ്ങളും കാണികളിൽ ആവേശം വിധിക്കുന്ന 22 പ്രമുഖ ടീമുകൾ കൊമ്പുകോർക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിനാണ് മങ്കടയുടെ മണ്ണിൽ കൊടിയേറിയത്. കാൽപന്ത് കളിയെ നെഞ്ചേറ്റിയ മലപ്പുറത്തുകാർക്ക് ഇനി ഒരു മാസക്കാലം ആഘോഷക്കാലമാണ്. ആക്രമണ ഫുട്ബോളിന്റെ എല്ലാ വശ്യസൗന്ദര്യവും ഒരുമിച്ച് സമ്മേളിക്കുന്ന, കളിക്കമ്പക്കാർക്ക് മറക്കാനാവാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ആയിരക്കണക്കിന് കാണികളുടെയും പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി. ഒരു നാട്ടിലെ ചെറുതും വലുതുമായ എല്ലാ ക്ലബ്ബുകളെയും ഒരു കൊടിക്കീഴിൽ അണിനിരത്തി ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്ര താളുകളിലേക്ക് ഓടിക്കയറാനുള്ള തയ്യാറെടുപ്പുമായി മങ്കടയുടെ മണ്ണിൽ ഉദിച്ചുയർന്ന യുണൈറ്റഡ് FCയുടെ ചിറകിലേറി ഈ നാട് ഇനി കുതിക്കും. ഫുട്ബോളിന്റെ വളർച്ചയ്ക്കും പ്രതിഭകളുടെ ഉദയത്തിനും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചാണ് യുണൈറ്റഡ് FC പിറവിയെടുത്തത്. സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഒരു കൂട്ടം കായികപ്രേമികളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട യുണൈറ്റഡ് FCയും മങ്കട ഗവൺമെന്റ് ഹൈസ്കൂൾ PTA ചേർന്നാണ് SFA അംഗീകാരത്തോടെ ആദ്യ അഖിലേന്ത്യാ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മഞ്ഞളാംകുഴി അലി MLA, SFA സംസ്ഥാന പ്രസിഡന്റ് ലെനിൻ, ക്ലബ്ബ് ചെയർമാൻ PT അബ്ദുൽ സലാം തുടങ്ങിയവർ മലപ്പുറം ജില്ലയിലെ ആദ്യ ഫുട്ബോൾ മാമാങ്കത്തിന് കൊടി ഉയർത്തുമ്പോൾ തിങ്ങി നിറഞ്ഞ ഗാലറിയിൽ ആരവവും ആർപ്പുവിളികളും ഉയർന്നു. തുടർന്ന് മൈതാന മധ്യത്തിൽ താൽക്കാലികമായി ഒരുക്കിയ ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി MLA ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നല്ല കളിക്കാരുണ്ട്, എല്ലാ ഗെയിംസിനും ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് വളരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്. ഏതൊരു മേഖലയിലാണെങ്കിലും മങ്കട ടൗൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും നമുക്ക് വളരെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുണ്ടാവാനുള്ള ഒരു കാരണം ഒന്ന് നമ്മുടെ ഈ സ്കൂളാണ്. സ്കൂളില് ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന കാലത്ത് ഈ ഗ്രൗണ്ടിലൊക്കെ കളിച്ചു വളർന്ന ഒരാളാണ്. പക്ഷേ അന്നൊന്നും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതേപോലെ ഒരു ക്ലബ് ഇവിടെ ഉണ്ടാവുമെന്നും അതുപോലെ തന്നെ സെവൻസ് ടൂർണമെന്റ് ഫുട്ബോൾ ഇവിടെ ആരംഭിക്കുന്നു. ഇത് അതിഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. യുണൈറ്റഡ് FC എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരു കുറച്ച് ആൾക്കാർ മാത്രമല്ല, ഈ മങ്കട പ്രദേശത്തുള്ള 10-28ഓളം ക്ലബ്ബുകൾ ഒരുമിച്ച് കൂടി ഫുട്ബോളിനെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകും. അവരുടെ മുദ്രാവാക്യം തന്നെ എന്താ? കളി വഴി കൂട്ടായ്മയും കൂട്ടായ്മ വഴി വളർച്ചയും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നാടിന് വളരെ വലിയ ഗുണം ചെയ്യും. യുണൈറ്റഡ് FC ചെയർമാൻ PT അബ്ദുൽ സലാം അധ്യക്ഷ പ്രഭാഷണം നടത്തി. യുണൈറ്റഡ് FC എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമാണ്. അത് ഒരു ക്ലബ്ബല്ല, അതൊരു നാടിൻ്റെ ഒരുമയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലാണ് ഈ മങ്കടയിലെ ചുറ്റുവട്ടത്തുള്ള 28 ക്ലബ്ബുകളുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ താരങ്ങളായ നീന കുറുപ്പ്, കൈലേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഇവിടെ മങ്കടക്കാർ മാത്രമാണ് ഉള്ളത്. ഞാൻ കൊണ്ട് വരുമ്പോ ചോദിച്ചപ്പോ പറഞ്ഞു മങ്കട മാത്രമല്ല, മലപ്പുറം ഫുൾ ജില്ലയിലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ഹലോ മലപ്പുറം. അവിടെ നിന്ന് ഇവിടം വരെ 1-2 പ്രാവശ്യം പറഞ്ഞത് ഇവിടെ ഒത്തിരി നാളായി ഫുട്ബോൾ ഒന്ന് തൊട്ടിട്ടെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം നിങ്ങൾ ആ ഒരു ഫുട്ബോൾ ഒന്ന് തട്ടാൻ ഒരു അവസരം കൊടുക്കണം എന്നൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. കൊടുക്കില്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഏറ്റവും ഗംഭീരമായ പരിപാടികളായി മാറട്ടെ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ, SFA സംസ്ഥാന പ്രസിഡന്റ്
ലെനിൻ, ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഷാജി ആലങ്ങാടൻ, ടി അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് അസ്കർ അലി, മങ്കട CI അശ്വത് S കാരാൺമയിൽ, സ്കൂൾ PTA പ്രസിഡന്റ് ഫൈസൽ മാമ്പള്ളി, SFA ജില്ലാ പ്രസിഡന്റ് ഷഫീഖ്, UFC ട്രഷറർ ഹാരിസ് പറച്ചിക്കോടൻ, സമദ് മങ്കട, അഡ്വക്കേറ്റ് TK റഷീദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസ്കർ അലി, റിട്ടയർഡ് SP അബ്ദുൽ കരീം, PT ഗ്രൂപ്പ് മുൻ ചെയർമാൻ അബുബക്കർ ഹാജി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഫുട്ബോൾ താരവും മലപ്പുറം MSP അസിസ്റ്റന്റ് കമാൻഡന്റുമായ ഹബീബ് റഹ്മാൻ, UFC ചെയർമാൻ PT അബ്ദുൽ സലാം എന്നിവർ ചേർന്ന് ക്ലബിന്റെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച നാസർ കൂട്ടിലങ്ങാടി, ഷബീബ് അലി കാരയിൽ, സമദ് പറച്ചിക്കോടൻ, ഡോക്ടർ MG സിജിൻ, K സുരേന്ദ്രൻ മങ്കട എന്നിവരെ ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു. തുടർന്ന് നടന്ന ആദ്യ മത്സരത്തിൽ FC നെല്ലിക്കുത്തും ബേസ് പെരുമ്പാവൂരും ഏറ്റുമുട്ടി. പ്രതിരോധത്തിന്റെ കോട്ട കെട്ടി ഡിഫൻഡർമാർ ടീമുകളുടെ പരാജയം ഒഴിവാക്കാൻ നിലയുറപ്പിച്ചപ്പോൾ ചാട്ടുളി കണക്കെ പാഞ്ഞു വന്ന മിഡ്ഫീൽഡിലെ പടക്കുതിരുകൾ ഗോൾവല ലക്ഷ്യമിടുന്നത് കയ്യടിയോടെയാണ് കാണികൾ ഏറ്റെടുത്തത്. അതൊരു ആവേശ കാഴ്ചയായിരുന്നു. വശിയേറിയ മത്സരത്തിനൊടുവിൽ FC നെല്ലിക്കുത്തിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബേസ് പെരുമ്പാവൂർ പരാജയപ്പെടുത്തി. 6000ഓളം കാണികളെ ഉൾക്കൊള്ളാവുന്ന മങ്കടയിലെ താൽക്കാലിക സ്റ്റേഡിയത്തിൽ 22 പ്രമുഖ ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ കളിക്കമ്പക്കാർക്ക് ഒരു മാസക്കാലം അത് കാൽപന്തിന്റെ ഉത്സവാഘോഷമായി മാറും. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.